ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നാടൻ സ്റ്റൈൽ ബീഫ് വരട്ടിയത്, ഇതാണ് ഇന്നത്തെ റെസിപ്പി. ബിഗിനേഴ്സിനൊക്കെ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകും. സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ എടുത്ത് വെച്ചുള്ളത് ബീഫാണ്. നല്ല ക്ലീൻ ആക്കി വെച്ചതാണിത്. പിന്നെ വേണ്ടത് സവാള, 3 മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തത്. പിന്നെ വേണ്ടത് ചെറിയുള്ളിയാണ്. ഇതൊരു 15 ചെറിയുള്ളികളും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പച്ചമുളക്, അതൊരു 4 പച്ചമുളകുകളും ഉണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അടുത്തത് നമുക്ക് വേണ്ടത് 2 വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ മല്ലിച്ചപ്പ്, ഒരു പിടിയോളം വരുന്ന മല്ലിച്ചപ്പ് ഉണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് കറിവേപ്പില, ആവശ്യത്തിനുള്ള കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. ആദ്യം കുക്കർ എടുത്തിട്ട് പിന്നെ അതിലോട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ബീഫ് മാറ്റുകയാണ്. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ എടുത്ത് വെച്ച ഇൻഗ്രീഡിയൻസ് അത് ഫുള്ളായിട്ട് ഓരോന്നായിട്ട് ഈ ബീഫിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അടുത്തത് നമ്മൾ ചേർക്കുന്നത് ഒരു 5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ബീഫിൽ നന്നായിട്ട് മസാല പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കുക്കറിൽ വെക്കുന്നത് കാരണം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നമ്മൾ കുക്കർ അടച്ചിട്ട് ഒരു 5-6 വിസിൽ വരുന്ന രീതിയിൽ വെക്കുക. അപ്പോൾ 6 വിസിലാണ് വന്നിട്ടുള്ളത്. അതിനുശേഷം ഞാൻ തുറന്നപ്പോൾ അത്യാവശ്യത്തിന് നന്നായിട്ട് ബീഫ് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി വെക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പരുവത്തിലാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൽ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി ചെറിയുള്ളിയും കറിവേപ്പിലയും ഇട്ട് താളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലോട്ട് വേവിച്ച് വെച്ച ബീഫ് ആഡ് ചെയ്യാം. ഇതിൽ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ട് റോസ്റ്റ് പരുവത്തിലാക്കുക. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വേണം അതിൽ വെള്ളം വറ്റിച്ചെടുക്കാൻ. എന്നാലേ പെട്ടെന്ന് ആയി കിട്ടുള്ളൂ. ഒരു 5-10 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ വെള്ളമൊക്കെ നല്ല വറ്റിയിട്ട് നല്ല റോസ്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടും. നന്നായിട്ട് റോസ്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. നമ്മളെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. ബീഫ് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.